Hi friends, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം നമ്മൾ എന്നാ പറഞ്ഞത്, രണ്ട് പാസ്റ്റ് ആക്ഷൻസ്. അതിലാദ്യം സംഭവിക്കുന്നത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും, അല്ലേ? അത് ക്ലാസിക് എക്സാമ്പിൾ എന്നാണ് നമ്മൾ പറയാം. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്നാണ്, when I reached the station the train had left. പറഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയി കഴിഞ്ഞു. അപ്പം ഏത് സംഭവമാണ് ആദ്യം നടക്കുന്നത്? ട്രെയിൻ പോയി കഴിഞ്ഞു. അതുകൊണ്ട് ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അവിടെ നമ്മൾ ഈ ആക്ഷനെ കുറേ നേരത്തേക്ക് നിൽക്കുന്നു എന്ന് പറയുന്നത്, എന്നുവെച്ചാൽ ഡ്യൂറേഷനെ പറ്റി പറയുന്നത്. ഡ്യൂറേഷൻ, DURATION. അപ്പോൾ എന്തുമാത്രം നേരം ഒരാക്ഷൻ നിൽക്കുന്നു എന്നുള്ളതാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് അതാണ് അതിൻ്റെ ഉപയോഗം. മനസ്സിലായി? ഉദാഹരണത്തിന് ഇതുണ്ടോ, എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ടു ഡിസ്ക്രൈബ് ദ ഡ്യൂറേഷൻ, സമയം, എന്തുമാത്രം സമയം എന്നുള്ളത്, ഓഫ് ദി ഫസ്റ്റ് ഓഫ് ദ ടു പാസ്റ്റ് ആക്ഷൻസ്. ഇപ്പം രണ്ട് ഭൂതകാലത്തിൽ രണ്ട് സംഭവങ്ങൾ, അതിൽ ആദ്യം നടക്കുന്ന സംഭവത്തിന് അത് കുറേ നേരം നിൽക്കുന്നു എന്ന് കാണിക്കുക, ഡ്യൂറേഷൻ. നമ്മുടെ എക്സാമ്പിൾ നോക്കിയാൽ അറിയാം. He had been playing football for 4 hours before he fell down. കണ്ടോ, 4 മണിക്കൂർ തുടർച്ചയായിട്ട് ഫുട്ബോൾ കളിച്ചു, ബിഫോർ ഹി ഫെൽ ഡൗൺ. അപ്പോൾ ആദ്യത്തെ ആക്ഷൻ ഏതാണ്? 4 മണിക്കൂർ ഫുട്ബോൾ കളിച്ചു. രണ്ടാമത്തെ ഏതാണ്? വീണു, തളർന്നു വീണു. അതായത് തുടർച്ചയായിട്ട് 4 മണിക്കൂർ കളിച്ചു എന്നാണ്. അത് ഇത് തന്നെ നമ്മളിപ്പം പാസ്റ്റ് പെർഫെക്റ്റിൽ മാത്രം പറയുകയാണെങ്കിൽ, ഹി ഹാഡ് പ്ലേഡ് ഫുട്ബോൾ ബിഫോർ ഹി ഫെൽ ഡൗൺ. ഹി ഹാഡ് പ്ലേഡ് ഫുട്ബോൾ ബിഫോർ ഹി ഫെൽ ഡൗൺ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇതിനകത്ത് പറയുമ്പം കുറച്ച് സമയം നിൽക്കുന്നു എന്നുള്ളതാണ്, കുറച്ച് നേരത്തേക്ക് ആ ഫുട്ബോൾ കളി നിന്നു എന്നുള്ളതാണ്. മനസ്സിലാവും? ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഉപയോഗം. രണ്ടും പാസ്റ്റ് ആക്ഷൻസ് ആണ്, പക്ഷെ ഒരെണ്ണം കുറെ നേരം നിന്നു എന്നുള്ള, അതിന് ശേഷമാണ് മറ്റേത്. രണ്ടാമത്തെ തന്നെ നോക്കി, വി ഹാഡ് ബീൻ ടോക്കിംഗ് ഫോർ അവേഴ്സ് വെൻ ദ ടീച്ചർ അറൈവ്ഡ്. ഞങ്ങൾ വർത്തമാനം പറയേണ്ടിയിരുന്നു. 10 മണിക്ക് വരേണ്ട സാർ വന്നില്ല, 12 മണിയായപ്പോഴാണ് വന്നത്. അപ്പോൾ വി ഹാഡ് ബീൻ ടോക്കിംഗ് ഫോർ അവേഴ്സ്. അപ്പോൾ എന്ത് സംഭവിച്ചു? The teacher came. പിന്നെ അത് ആദ്യം നടക്കുന്ന ആക്ഷൻ അല്ല, സംസാരം. അത് കുറെ നേരം നിന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ എക്സാമ്പിൾ, മൈ ഫ്രണ്ട്സ് വെയർ വെരി എനർജറ്റിക് ബിക്കോസ് ദേ ഹാഡ് ബീൻ എൻജോയിങ് ഗുഡ് ഫുഡ്. ദേ ഹാഡ് ബീൻ എൻജോയിങ് ഗുഡ് ഫുഡ്. ഒരു നല്ല ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് വേണ്ടി, ഞാൻ ചെന്നപ്പോൾ അവർ നല്ല എനർജറ്റിക് ആയിട്ട്. ഇതിനകത്ത് ആദ്യത്തെ ആക്ഷൻ ഏതാണ്? ദേ ഹാഡ് ബീൻ ഈറ്റിംഗ്. യെസ്, അതുകൊണ്ട് അവർ ഫ്രഷ് ആയിട്ട്. നാലാമത്തെ, ഐ ഹാഡ് ബീൻ പ്രേയിങ് വെൻ ദ ഡെവിൾ ടെംപ്റ്റഡ് മീ. ഞാനൊരു കാര്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണ്, കണ്ണൊക്കെ അടച്ച്. അപ്പോഴത്തേക്ക് ഒരു പിശാച് വന്ന് എന്നെ പരീക്ഷിച്ചു. അപ്പം ഏതാണ് നീ കുറച്ച് നേരത്തേക്ക് നിന്ന സംഭവം ഏതാണ്? ഐ ഹാഡ് ബീൻ പ്രേയിങ് ഫോർ അവേഴ്സ്. ഇപ്പം വരുന്ന ഒരുത്തൻ. രണ്ടാമത്തെ. 5, they had been working on a difficult project when their professor called. ഇപ്പം രണ്ട് സംഭവമാണ്. ഒന്ന്, പ്രൊഫസർ വിളിച്ചു. മറ്റേതാ, അവർ പ്രോജക്റ്റിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്താൽ മതി, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം കുറെ നേരത്തേക്ക് ഇങ്ങനെ, കുറെ നേരത്തേക്ക്, അങ്ങനെയാണ് നമ്മൾ പറയാം. അപ്പം ഇത് സംഭവിക്കുന്ന രണ്ടും പാസ്റ്റിലാണ്, സംഭവിക്കുന്ന രണ്ടും ഭൂതകാലത്തിൽ തന്നെയാണ്. പക്ഷെ ഒരെണ്ണം കുറേ സമയത്തേക്ക് നീണ്ടു നിന്നു. അതാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ, ടു ഡിസ്ക്രൈബ് ഫസ്റ്റ് ഓഫ് ദ ടു പാസ്റ്റ് ആക്ഷൻസ് ഏതാണ്?
duration of the first of the two past actions. I had been praying when the devil tempted me. രണ്ടും പാസ്റ്റ് ടെൻസ് ആണ്, രണ്ടും ഭൂതകാലത്തിലാണ്. പക്ഷെ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് പിശാച് വന്ന് എന്നെ പരീക്ഷിച്ചത്. മനസ്സിലായി? പിശാച് വന്ന് പരീക്ഷിക്കുമ്പോൾ ഞാൻ ചിരിക്കുകയല്ല ചെയ്യേണ്ടത്, കരയുകയാണ് ചെയ്യേണ്ടത്. എങ്കിലും എക്സാമ്പിൾ ആയതുകൊണ്ട് അത് സംഭവിച്ചില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് ഇങ്ങനെ പറയുന്നു. ക്ലിയർ ആയി? അപ്പം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചു, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം പഠിച്ചു. ഇപ്പം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം പഠിച്ചു, ഇപ്പം അതിൻ്റെ ഉപയോഗം പഠിച്ചു. അപ്പം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് രണ്ട് പാസ്റ്റ് ആക്ഷൻസ്. അതിൽ ഒരെണ്ണം നേരത്തെ നടക്കുകയും അതിന് കുറേ സമയദൈർഘ്യം ഉണ്ടെന്നുള്ളതാണ്, ഡ്യൂറേഷൻ ഉണ്ടെന്ന് കാണിക്കണം. ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ്, ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ഫോർ അവേഴ്സ്. ഇപ്പം എന്ത് സംഭവിച്ചു? വെൻ ദ ലൈറ്റ്നിങ് സ്ട്രക്ക് ഹിം. അപ്പം മഴ പെയ്തുകൊണ്ടേയിരുന്നു, ഇടിവെട്ടി. രണ്ടും പാസ്റ്റ് ആക്ഷനാണ്. ഒരെണ്ണം നേരത്തെ നടക്കുന്നു. ആ നേരത്തെ നടക്കുന്നതിൻ്റെ സമയദൈർഘ്യം കാണിക്കണം, കുറെ നേരത്തേക്ക് നിന്നു എന്ന് കാണിക്കണം. അപ്പം അതിനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ബൈ.